ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 ആണ് വണ്ടി. നിലവിൽ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോയിട്ട് വണ്ടി വന്നതാണ്. അപ്പോൾ നിലവിൽ വണ്ടിക്ക് ആയിരിക്കും മുമ്പായാലും ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്, ചെറിയ പുകയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ ആ രീതിയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ സംഭവിച്ച കേസ് എന്താ വെച്ചാൽ ഇതിൻ്റെ എക്സോസ്റ്റ് വാൽവിനകത്തൊക്കെ കരി ഇറങ്ങിയിട്ട് എക്സോസ്റ്റ് വാൽവ് ബെൻഡായി പോയി. കാരണം ഇവിടെയൊക്കെ കംപ്രഷൻ ലീക്കാണ്, അത് കിക്കർ പിടിക്കില്ല, വളരെ ഫ്രീ ആയിട്ട് പോവാം. വാൽവ് വെൻ്റാണ്, 2 വാൽവ് നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ വാൽവിൻ്റെ ഗൈഡും കംപ്ലയിൻ്റ് ഉണ്ടാവും, കാരണം ഇത്ര പഴക്കം വന്നതാണ്. തന്നെയല്ല ബെൻഡായേക്കണതാകുമ്പോൾ ഗൈഡും കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത 90%. അത് നമുക്ക് വാൽവ് മാറ്റി ഗൈഡും ലെയ്ത്തിൽ കൊടുത്ത് മാറ്റി റീസെറ്റ് ആക്കി എടുക്കാം. പിന്നെ ഓയിൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻ്റ് ആണ്. ഇത് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായ കേസാണ്. അപ്പോൾ ഈ സിലിണ്ടറും പിസ്റ്റണും മാറ്റി കളയുക. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ അത് ഈ പിസ്റ്റൺ നോക്കുമ്പോൾ കണ്ട ഈ പൊടിഞ്ഞു പോകുന്ന തരത്തിലുള്ള കരി ഉണ്ട് ഇതിന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഒരു 30,000 കിലോമീറ്ററിൽ കരി ക്ലിയറായിട്ട് നമ്മൾ അഴിച്ച് ഹെഡിൽ നിന്ന് കരി നീക്കം ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വന്ന ഈ പൊടിഞ്ഞു വീഴുന്ന ടൈപ്പിലുള്ള കരി വന്നിട്ട് ഈ സിലിണ്ടറിനകത്തേക്ക് ചാടും. കാരണം അത്ര ഹൈ RPM അതിൻ്റെ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ കറക്റ്റ് ഈ റിങ്സിൻ്റെ ഈ ഗ്യാപ്പിലൊക്കെ വന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്ക്രാച്ചാക്കി സിലിണ്ടർ സ്ക്രാച്ചാക്കി അതിൻ്റെ ബോറൊക്കെ കംപ്ലയിൻറ്റ് വന്നു പോകും. അതാണ് ശരിക്കും മൂല കാരണം. അതായത് ഈ കംപ്ലയിൻ്റൊക്കെ വരാനുള്ളൊരു കാരണം അതാണ്. സാധാരണ നമ്മൾ 30,000 കിലോമീറ്റർ അയച്ച് ഹെഡ് ക്ലീൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ആരും അത്ര ഗൗരവത്തിലെടുക്കാറില്ല. കാരണം അത് നമ്മളിപ്പോൾ എയർ ഫിൽട്ടർ പ്ലഗൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു പോകേണ്ട ഒരു വർക്കാണ്. എഞ്ചിൻ ഹെഡിനകത്ത് അടിഞ്ഞു കൂടുന്ന കരി ക്ലീൻ ചെയ്യാൻ നീക്കം ചെയ്യാന്നുള്ളത്. അത് സാധാരണ രീതിയിൽ ചെയ്യേണ്ടി വരുന്നത് 30,000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. 30,000 ചെയ്യണം, 60,000 ചെയ്യണം, 90,000 ചെയ്യണം, അങ്ങനെ ചെയ്തു പോകേണ്ട വർക്കാണത്. അതൊക്കെ ഡിലേ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസൊക്കെ വരാം. ഇപ്പം നമുക്ക് നിലവിൽ സംഭവിച്ചത് വാൽവൊക്കെ മാറണം, വാൽവ് ഗൈഡ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം, സിലിണ്ടർ പിസ്റ്റൺ മാറ്റിയിടണം. ക്രാങ്ക് ഷാഫ്റ്റിന് ചെറിയൊരു പ്ലേ വന്നിട്ടുണ്ട്. അത് ഈ ഇടയ്ക്ക് നമ്മൾ ഈ ഓയിൽ ഇല്ലാതെ കൊണ്ട് ഓടിക്കൊണ്ടിരുന്ന കാരണം ഓൾറെഡി ചെറിയൊരു പ്ലേ ഉണ്ട്. അന്ന് അത്ര നമ്മൾ റൊട്ടേറ്റ് ചെയ്തൊക്കെ നോക്കുമ്പോൾ മേജറായിട്ടുള്ളൊരു കേസായിട്ട് തോന്നണമില്ല. അപ്പോൾ നമുക്ക് സിലിണ്ടർ മാറ്റി റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയറായിട്ട് കിട്ടിക്കോളും, കുഴപ്പമില്ല, നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. സിലിണ്ടർ പിസ്റ്റണും വാൽവും കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്ത് നമ്മൾ റെഡി ആയിക്കോളും. പിന്നെ കൂട്ടത്തിൽ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ കാർബറേറ്ററൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യണം. കാർബറേറ്ററിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം എയർ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം എത്ര നമുക്ക് ചിലവ് വരുന്നൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ അതിൻ്റെ ക്ലച്ചിനകത്ത് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഈ വീലുകൾക്കൊക്കെ തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്. ഈ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ വീലിന് ഇത്തരം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പുള്ളിയുടെ പിന്നുകൾക്ക് തേയ്മാനം വന്നിട്ട് അതിൻ്റെ ഷേപ്പ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ വർക്കിൻ്റെ കൂട്ടത്തിൽ അത് ചെയ്യണമെന്നില്ല. ഓൾറെഡി വീലുകൾ കംപ്ലയിൻ്റ് ഉണ്ട് എന്നിരുത്തി ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്നില്ല. സ്റ്റാർട്ടിങ് ആണ്, അത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. കൂടുതൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ ചെയ്താൽ മതി. അത് നമ്മളിപ്പോൾ ജനറലായിട്ട് സർവീസ് ചെയ്യുമ്പോൾ ക്ലച്ച് അഴിക്കേണ്ടി വരുന്ന പാർട്ടാണ്. ആ ക്ലച്ച് അഴിക്കുമ്പോൾ നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതിപ്പോൾ അങ്ങനെ തന്നെ ഓടട്ടെ. ക്ലച്ചൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഈ വീലൊക്കെ അത് തന്നെ തൽക്കാലം ഇട്ട് ഉപയോഗിക്കാം. കംപ്ലയിൻറ്റ് പിന്നീട് വന്നാലും നമുക്ക് ക്ലച്ചിൽ നിന്ന് അഴിച്ച് മാറ്റാം. അതേപോലെ തന്നെ 120 ദിവസം, അതായത് 4 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് സർവീസ് ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന സിലിണ്ടർ പിസ്റ്റണുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുന്ന വർക്കിന് നമ്മളൊരു ഗ്യാരണ്ടി പറയാം. 1 വർഷം ഗ്യാരണ്ടി ഓൾറെഡി നമുക്ക് കിട്ടും. അത് നമ്മൾ അതിൻ്റെ നിബന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ദിവസം അല്ലെങ്കിൽ 4 മാസം അത് കൃത്യമായിട്ട് സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എന്നാൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. അതിപ്പോൾ പുതിയ വണ്ടി എടുത്തിട്ട് നമ്മൾ സർവീസ് മുടക്കം വരുത്തിയാലും വാറണ്ടി കിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മളിടയ്ക്ക് ഈ മെഷീനറീസ് സംഭവം വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തേയ്മാനം എങ്ങനെയുണ്ട്, അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടോ, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് ആവശ്യമാണെങ്കിൽ അപ്പോൾ തന്നെ തിരുത്തലുകൾ വരുത്തിയിട്ട് പോകണം. അങ്ങനെ ചെയ്യുന്ന വണ്ടികൾ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സജഷൻ പറയുന്നതിൻ്റെ ഒരു കാരണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ സർവീസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 ഇയർ വാറണ്ടി കിട്ടും. 1 വർഷം വാറണ്ടിയിൽ ചെയ്യുന്ന വർക്കാണ്. ആ വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 4 മാസം കൂടുമ്പോൾ കൃത്യമായിട്ടും ജനറലായിട്ടുള്ള സർവീസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണേ. അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. റിപ്ലൈ കിട്ടിയാൽ നമുക്കതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ബാക്കിലത്തെ ടയർ മുട്ടയാണ് കേട്ടോ, ഫുള്ള് ഗ്രിപ്പില്ലാത്തൊരു അവസ്ഥയാണ്. സൈഡിൽ വരെ നോക്കണ്ട, സെൻറ്ററിൽ റോഡുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും വണ്ടി ഓടാം. ബ്രേക്ക് ചെയ്താലും നമുക്കതിന് കിട്ടാവുന്ന ലൈനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രേക്കിങ് കൃത്യം ആവില്ല.
അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റിയിടണമായിരിക്കും, കൈയോടെ മാറ്റിയിടണമായിരിക്കും നല്ലത്. നമുക്ക് ഡിസൈൻ പാറ്റേൺ നോക്കുമ്പോൾ ഇത് തന്നെയാണ് നല്ലത്. അതിപ്പോൾ അപ്പോളോ ആയാലും MRF ആയാലും സിയറ്റ് ആയാലും ഏത് കമ്പനി ഇപ്പോൾ ഏത് യൂസ് ചെയ്താലും പാറ്റേൺ നമുക്ക് ഇതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിടാം. MRFൻ്റെ നമുക്ക് നോക്കിയിട്ട് MRFൻ്റെയോ അപ്പോളോൻ്റെ ഏതെങ്കിലും നല്ല ടയർ നോക്കിയിട്ട് നമുക്ക് മേടിച്ചിടാനും പറ്റും. നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ടയറിൻ്റെ എസ്റ്റിമേറ്റ് ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയത്തെ സിലിണ്ടർ പിസ്റ്റണുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വന്നേക്കടെ കംപ്ലയിൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അത് ക്ലച്ചിൻ്റെ ഭാഗങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. സിലിണ്ടർ പിസ്റ്റൺ തുടങ്ങിയിട്ടുള്ള ബാക്കിയത്തെ ഭാഗങ്ങളാണ് കേട്ടോ. ഡീറ്റെയിൽസ് വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.